So far, we have seen the classification of terpenes based on number of isoprene units. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഓരോ ടൈപ്പ് ഓഫ് ടെർപീൻസും പിന്നെയും സബ്ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ട് based on the number of rings present in the structure. അപ്പോൾ ഇതുവരെ പഠിച്ച each class can be further subdivided into subclasses according to the number of rings present in the structure. അത് അസൈക്ലിക് ടെർപിനോയിഡ്സ് ആകാം. ദി കണ്ടെയ്ൻ ഓപ്പൺ സ്ട്രക്ചർ, സ്ട്രേറ്റ് ചെയിനിലിരിക്കുന്നതിനെയാണ് അസൈക്ലിക് എന്ന് പറയുന്നത്. മോണോസൈക്ലിക് ടെർപിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ദി കണ്ടെയ്ൻ 1 റിംഗ് ഇൻ ദ സ്ട്രക്ചർ. ബൈസൈക്ലിക് ആണെങ്കിൽ 2 റിംഗ്സ്, ട്രൈസൈക്ലിക് 3 റിംഗ്സ്, ടെട്രാസൈക്ലിക് എന്ന് പറഞ്ഞാൽ 4 റിംഗ്സ് വരെ ഉണ്ടാകാം. മോണോടെർപിനോയിഡ്സിൽ അസൈക്ലിക് മോണോടെർപിനോയിഡ്സ് ആണ് മെർസീൻ, സിട്രാൽ, ജെറാനിയോൾ. ഇനി മോണോസൈക്ലിക് മോണോടെർപിനോയിഡ്സ് ഒരു സൈക്ലിക് സ്ട്രക്ചർ ഉള്ളത്, ഒരു റിംഗ് ഉള്ളത് ലിമോണീൻ, ആൽഫ ടെർപിനിയോൾ, മെന്തോൾ. ഇതെല്ലാം മോണോസൈക്ലിക് ആണ്. ഇനി 2 സൈക്കിൾ ഉള്ളത് നോക്കിയേ, ഇതിനകത്ത് ഇവിടെയെല്ലാം ഒരു റിംഗ് സിസ്റ്റം ഉണ്ട്. ഇനി ബൈസൈക്ലിക് എന്ന് പറഞ്ഞാൽ 2 റിംഗ് സിസ്റ്റം. അപ്പോൾ ഇവിടെ ഇതൊരു റിംഗ് സിസ്റ്റം, പിന്നെ ഇവിടെ ഒരു റിംഗ് സിസ്റ്റം കണ്ടോ ഈ ഭാഗത്ത്. അപ്പം അതുകൊണ്ടാണ് അതിനെ ബൈസൈക്ലിക് എന്ന് പറയുന്നത്. ക്യാംഫറും ആൽഫ പിനീനും ആണ് ബൈസൈക്ലിക് മോണോടെർപിനോയിഡ്സിന് എക്സാമ്പിൾസ്. ഇനി പിന്നെ ഡൈടെർപീൻസ് ആകുമ്പോഴത്തേനും ഇതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ്. അതുകൊണ്ട് നമുക്ക് മോണോടെർപിനോയിഡ്സിൻ്റെ മാത്രം സബ് ക്ലാസ്സസ് കണ്ടാൽ മതി. അസൈക്ലിക്, മോണോസൈക്ലിക്, ബൈസൈക്ലിക്. അതിൻ്റെ എക്സാമ്പിൾസും നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടെർപീൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അൺസാച്ചുറേറ്റഡ് ടെർപീൻ, ഡബിൾ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ടെർപീൻ മെർസീൻ. അപ്പോൾ ഡബിൾ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യാത്തൊരു ടെർപീൻ ഏതാ നോക്കിയേ, മെന്തോൾ. മെന്തോളിൽ ഡബിൾ ബോണ്ട് ഇല്ല. അപ്പോൾ സാച്ചുറേറ്റഡ് ടെർപീൻ എക്സാമ്പിളാണ് മെന്തോൾ. ഇനി ആൽക്കഹോളിക് ടെർപീൻ എക്സാമ്പിൾ മെന്തോൾ. അത് തന്നെയാണ് ആൽക്കഹോളിക് ടെർപീനും എക്സാമ്പിൾ. പിന്നെയും ഉണ്ട് ആൽക്കഹോൾ ടെർപീൻ. ഏതാണ് അത്? ഇവിടെ നോക്കിയേ, ജെറാനിയോൾ ആൽക്കഹോളിക് ടെർപീനാണ്. ആൽഫ ടെർപിനിയോളും ആൽക്കഹോളിക് ടെർപീനാണ്. ഇനി ആൽഡിഹൈഡിക് ടെർപീൻ എക്സാമ്പിൾ സിട്രാൽ. ഇതാ നമ്മൾ ഇവിടെ കണ്ട ഇതാണ് സിട്രാൽ. സിട്രാലാണ് എന്ത്? ആൽഡിഹൈഡിക് ടെർപീൻ. Okay, what are the general characteristics of terpenes and terpenoids? They are colorless, pleasant smelling liquids or solids. They are insoluble in water. They are steam volatile and optically active. അപ്പോൾ എല്ലാം തന്നെ കളർലെസ് ആയിരിക്കും, നല്ല വാസനയുള്ള ലിക്വിഡ്സ് അല്ലെങ്കിൽ സോളിഡ്സ് ആയിരിക്കും. ഇനി ഇതെല്ലാം തന്നെ വാട്ടറിൽ ഇൻസോലിബിൾ ആണ്, അപ്പോൾ ഓർഗാനിക് സോൾവെൻസിൽ സോലിബിൾ ആയിരിക്കും. ദേ ആർ സ്റ്റീം വോളറ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റീം പാസ് ചെയ്താൽ തന്നെ ഇത് വേപ്പറൈസ് ചെയ്യും. ദേ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ വേറെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളതാണ് എല്ലാ ടെർപീൻസും. ഇനി നമുക്ക് 2 ടെർപീൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സിട്രാലും ജെറാനിയോളും. സിട്രാൽ ഈസ് എൻ ആൽഡിഹൈഡിക് ടെർപീൻ. കണ്ടോ, CHO ഗ്രൂപ്പ് ഉള്ളതിനെയാണ് നമ്മൾ ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിട്രാൽ ഈസ് എൻ ആൽഡിഹൈഡിക് ടെർപീൻ. ദിസ് ഇസ് എൻ അസൈക്ലിക് മോണോടെർപിനോയിഡ്. ടെർപീൻ അല്ല, ഇതിനകത്ത് ഓക്സിജൻ ഉള്ളതുകൊണ്ട് ഇതിനെ ടെർപിനോയിഡ് എന്ന് പറയണം. ഓക്സിജനേറ്റഡ് ഡെറിവേറ്റീവ് ആണ്, അതുകൊണ്ട് ടെർപിനോയിഡ് എന്ന് പറയണം. അസൈക്ലിക് ആണ്, റിംഗ് ഇല്ല. ഇതെല്ലാം ക്ലോസ്ഡ് റിംഗ് ഇല്ലാത്ത ടെർപിനോയിഡ് ആയതുകൊണ്ട് അസൈക്ലിക് എന്ന് പറയും. മോണോ ടെർപിനോയിഡ് ആണ്, 2 ഐസോപ്രീൻ യൂണിറ്റ് ഉള്ളത് കൊണ്ട് ഇതിനെ മോണോ ടെർപിനോയിഡ് എന്ന് പറയും. ഓക്കെ, ഇവിടെ ഒരു ഐസോപ്രീൻ യൂണിറ്റ് ഉണ്ട്, ഇവിടെയും ഒരു ഐസോപ്രീൻ യൂണിറ്റ്. അപ്പം 2 ഐസോപ്രീൻ യൂണിറ്റ് ഉള്ളതുകൊണ്ട് മോണോ ടെർപിനോയിഡ് എന്ന് പറയും. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ലെമൺ ഗ്രാസ് ഓയിൽ. ലെമൺ ഗ്രാസ് ഓയിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് തലവേദനയൊക്കെ വരും, ആക്സ് ഓയിൽ എന്നൊക്കെ പറയത്തില്ലേ, ആക്സ് ഓയിലാണ് ഈ ലെമൺ ഗ്രാസ് ഓയിൽ. അപ്പോൾ ഈ ലെമൺ ഗ്രാസ് ഓയിലിൽ നിന്നാണ് നമ്മൾ ഈ സിട്രാലിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ പ്രസന്റ് ഇൻ ഓയിൽ ഓഫ് സിട്രസ് ഫ്രൂട്ട്സ്. അപ്പം നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സ് ലൈക്ക് ഓറഞ്ച്, നമ്മുടെ ലെമൺ, ഇതിൽ നിന്നെല്ലാം നമുക്ക് സിട്രാൽ ലഭിക്കും.
Chemically, its name is 3,7-dimethyl 2,6-octane octadienal. ആൽ എന്ന് പറഞ്ഞാൽ ആൾഡിഹൈഡ് ആണ്. ഓക്കെ, 3,7-dimethyl. അപ്പോൾ നമ്മൾ നമ്പർ എണ്ണുവാണെങ്കിൽ ഒക്ടാഡയീൻ. അപ്പോൾ 8 ഇത് വേണം. 1 2 3 4 5 6 7 8. അപ്പോൾ 8 കാർബൺസ് സ്ട്രേറ്റ് ചെയിനിലുള്ളത് കൊണ്ടാണ് ഒക്ടാ. ഡയീനാൽ 2 ഡബിൾ ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് ഡയീനൈൽ. ഇനി തേർഡ് കാർബണിലും 7th കാർബണിലും മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 1 2 3. തേർഡ് കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 4 5 6 7. 7th കാർബണിലും ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് 3,7-dimethyl. രണ്ടാമത്തെ കാർബണിലും ഡബിൾ ബോണ്ട് ഉണ്ട്. 3 4 5 6. ആറാമത്തെ കാർബണിലും ഡബിൾ ബോണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ 3,7-dimethyl 2,6-octadienal എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് വേറൊരു പേരും കൂടെ പറയാം, ലെമോണാൽ എന്നും പറയാം. ഇതിന്റെ ജനറൽ molecular formula is C10H16O. C10H16O എന്നാണ് സിട്രാലിന്റെ കെമിക്കൽ ഫോർമുല. ഇറ്റ് എക്സിബിറ്റ്സ് സിസ് ട്രാൻസ് ഐസോമറിസം. 2 ഫോംസ് ഉണ്ട്. ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നതുകൊണ്ട് 2 ഫോംസ് ഉണ്ട്, സിസ് ഫോമും ട്രാൻസ് ഫോമും. ഇതിലെ ട്രാൻസ് ഫോമിനെ നമ്മൾ സിട്രാൽ എ അല്ലെങ്കിൽ ജെറാനിയാൽ എന്ന് വിളിക്കും. ഓക്കെ, ഇത് നോക്കിയേ, ഇത് ട്രാൻസ് ആണ്. ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പ്സ് ആർ ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ ഡബിൾ ബോണ്ട്. അപ്പോൾ ഇത് ഒരു ഹൈ പ്രയോറിറ്റി, ഇതും ഹൈ പ്രയോറിറ്റി, ഇത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഇത് രണ്ടും ഡബിൾ ബോണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നതുകൊണ്ട് അതിനെ ട്രാൻസ്ഫോം എന്ന് പറയും. ദിസ് ഇസ് ജെറാനിയൽ. ട്രാൻസ്ഫോമിന് സിട്രാൽ എ എന്ന് വിളിക്കും, അതല്ലെങ്കിൽ ജെറാനിയൽ എന്ന് പറയും. സിസ് ഫോം ഈ സിട്രാൽ ബി ഓർ നീറാൽ. ഇത് സിസ് ഫോം ആണ്. ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പ്സ് സെയിം സൈഡിൽ വരുന്നത് കൊണ്ട് അതിനെ സിസ് ഫോം എന്ന് പറയും. സിസ് ഫോമിനെ സിട്രാൽ ബി എന്ന് വിളിക്കും, അതല്ലെങ്കിൽ നീറാൽ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഏത് ഡബിൾ ബോണ്ടിലെ ഐസോമർസ് ആണ് നമ്മൾ ഈ പറയുന്നത്? CHO, ആൾഡിഹൈഡ് ഗ്രൂപ്പുള്ള ഡബിൾ ബോണ്ടിന്റെ ഐസോമർസ് ആണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് സിട്രാൽ. നമുക്ക് സിലബസിൽ സിട്രാലിൻ്റെ ജനറൽ സ്ട്രക്ചർ മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോ എടുത്തതാണിത്. കെമിക്കൽ പ്രോപ്പർട്ടീസ്. റിയാക്ഷൻ വിത്ത് ബ്രോമിൻ. സിട്രാൽ ആഡ്സ് 2 molecules of bromine to form a ടെട്രാ ബ്രോമൈഡ്. അപ്പോൾ ഇതാണ് സിട്രാൽ. സിട്രാലിനെ നമുക്ക് C9H15CHO എന്ന് എഴുതാം. C10H16O. ഓക്കെ, അതിനെയാണ് C9H15CHO എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ C9H15CHO 2 ബ്രോമിൻ മോളിക്യൂൾസ്. ഈ ഡബിൾ ബോണ്ട് എവിടെയുണ്ടോ അവിടെ ബ്രോമിൻ ആഡ് ചെയ്യും. അപ്പം നമുക്ക് 2 ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് 2 ബ്രോമിൻ മോളിക്യൂൾസ് ആഡ് ചെയ്ത് C9H15Br4CHO ഉണ്ടാകും. റിയാക്ഷൻ വിത്ത് ബ്രോമിൻ, ഇറ്റ് ആഡ്സ് 2 molecules of bromine to form a ടെട്രാ ബ്രോമൈഡ്. ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള രണ്ടാമത്തെ റിയാക്ഷൻ ഇതാണ്, റിയാക്ഷൻ വിത്ത് ഓസോൺ. സിട്രാൽ റിയാക്ട്സ് വിത്ത് ഓസോൺ ടു ഫോം ഡൈ ഓസോണൈഡ്. അപ്പോൾ 2 ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ 2 ഓസോണുമായിട്ട് കമ്പൈൻ ചെയ്ത് ഡൈ ഓസോണൈഡ് ആണ് സിട്രാൽ ഫോം ചെയ്യുന്നത്. ഇനി അടുത്ത റിയാക്ഷൻ ഹൈഡ്രോളിസിസ് ആണ്. ഹൈഡ്രോളിസിസ് വെൻ ഹീറ്റഡ് വിത്ത് പൊട്ടാസ്യം കാർബണേറ്റുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ സിട്രാൽ അണ്ടർഗോസ് ഹൈഡ്രോളിസിസ് ടു ഫോം 6-methyl-5-heptene-2-on ആൻഡ് അസറ്റാൽഡിഹൈഡ്. അപ്പം നമുക്ക് ഈ ഹൈഡ്രോളിസിസ് നടക്കുന്നത് ഡബിൾ ബോണ്ടിലാണ്. അപ്പോൾ C9H15CHO എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ 2 ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഡബിൾ ബോണ്ടിൽ ഓക്സിഡേഷൻ നടന്ന് എന്താ ഉണ്ടാവുന്നത്? 6-methyl-5-heptene-2-on. 6-methyl-5-heptene-2-oണും അസറ്റാൽഡിഹൈഡും ഫോം ചെയ്യും. ഓക്കെ, ഇനി ഓക്സിഡേഷൻ വിത്ത് സിൽവർ ഓക്സൈഡ് ആണെങ്കിൽ
സിൽവർ ഓക്സൈഡ് വെച്ച് ഓക്സിഡൈസ് ചെയ്യുമ്പം CHO ഗ്രൂപ്പാണ് ഓക്സിഡൈസ്ഡ് ആവുന്നത്. ജെറാനിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് ഫോം ചെയ്യും. CHO ഓക്സിഡൈസ് ടു COOH. ഇവിടുത്തെ CHO ആണ് ഓക്സിഡേഷൻ നടക്കുന്നത്, COOH ആയി മാറും. ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്താൽ ആസിഡായിട്ട് മാറും, കാർബോക്സിലിക് ആസിഡായിട്ട് മാറും. ഇനി അടുത്തത് ഓക്സിഡേഷൻ വിത്ത് ആൽക്കലൈൻ KMnO4. ഈ സിൽവർ ഓക്സൈഡ് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയ ആൽക്കലൈൻ KMnO4ഉം ക്രോമിക് ആസിഡും ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? സിട്രാൽ ഫോംസ് അസറ്റോൺ, ലിവുലിക് ആസിഡ് ആൻഡ് ഓക്സാലിക് ആസിഡ്. അപ്പം ഇതാണ് നമ്മുടെ സിട്രാലിൻ്റെ സ്ട്രക്ചർ. സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. 2 ഡബിൾ ബോണ്ട് ഉണ്ട്. ഇതാദ്യം KMnO4 വെച്ചും പിന്നീട് ക്രോമിക് ആസിഡ് വെച്ചും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? അസറ്റോൺ ഉണ്ടാകും, ലെവുലിക് ആസിഡ് ഉണ്ടാകും, ഓക്സാലിക് ആസിഡും ഉണ്ടാകും. അസറ്റോൺ, ലെവുലിക് ആസിഡ് ആൻഡ് ഓക്സാലിക് ആസിഡ്. എവിടെയൊക്കെ ഡബിൾ ബോണ്ട് ഉണ്ടോ അവിടെ ബ്രേക്ക് ചെയ്യും. 2 ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് 3 ഫ്രാഗ്മെന്റ്സ് ആണ് ഉണ്ടാവുന്നത്. അസറ്റോൺ, ലെവുലിക് ആസിഡും ഓക്സാലിക് ആസിഡും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ജനറൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സിട്രാൽ. ഇനി ഒരു റിയാക്ഷനും കൂടെ ഉണ്ട്. ഓൺ റിഡക്ഷൻ വിത്ത് സോഡിയം അമാൽഗം റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഓക്സിഡേഷൻ നമ്മൾ കണ്ടു, സിമ്പിൾ ചെറിയ സ്ട്രോങ് വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ CHO COOH ആയി മാറും. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ആണെങ്കിൽ ഡബിൾ ബോണ്ടിൽ ഓക്സിഡേഷൻ നടക്കും, 3 ഫ്രാഗ്മെന്റ്സ് ഉണ്ടാകും. റിഡക്ഷൻ നടക്കുകയാണെങ്കിൽ സിട്രൽ ഗീവ്സ് ജെറാനിയോൾ. CHO ഗ്രൂപ്പ് മാത്രം റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ജെറാനിയോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് CHO CH2OH ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ജെറാനിയോൾ എന്നൊരു കോമ്പൗണ്ട്. ഇതിനകത്ത് ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഒരു CH2OH CHO എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയില്ല, C9H15 CH2OH എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രയും റിയാക്ഷൻസ് ആണ് നമുക്ക് സിട്രാലിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ സിട്രാലിൻ്റെ ജനറൽ സ്ട്രക്ചർ പഠിക്കുക, ജോമെട്രിക്കൽ ഐസോമറിസം പഠിക്കുക, പിന്നെ ഇത്രയും റിയാക്ഷൻസ്, ഈ 6 റിയാക്ഷൻസും കൂടെ പഠിക്കണം.